നന്നായിട്ട് വർക്കൗട്ട് ആയി. പിന്നെ പറയേണ്ടത് അതിലത്തെ ഫൈറ്റ് സീക്വൻസ് തന്നെയാണ്. ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഒരു ബാത്റൂമിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീക്വൻസ്, അതിന്റെ ക്ലൈമാക്സിലത്തെ ഒരു ഫൈറ്റ് സീക്വൻസും അത് ശരിക്കും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ എന്ത് ആ ഒരു ഇടിയുടെ പവർ നമുക്ക് ഇരിക്കുന്ന സീറ്റിൽ അറിയാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക. ഇപ്പോ ആ ഒരു ക്യാരക്ടറിനെ, ഡോൺലിയുടെ ഒരു ക്യാരക്ടർ, സിയോക്ഡോന്റെ ഒരു ക്യാരക്ടർ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഡോഡ്ജ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ഫൈറ്റിന്റെ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് അത് തന്നെ അവർക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. എനിക്ക് ഫസ്റ്റത്തെയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ഒരു പടം. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഔട്ട്ലോസ് സിനിമയെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞത്. അന്ന് അത് കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിലത്തെ വില്ലന്റെ ക്യാരക്ടറൊക്കെ ശരിക്കും കിഡിലൻ തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ഫോർത്ത് പാർട്ടിലേക്ക് വരുമ്പോൾ 2ഉം 3ഉം ജസ്റ്റ് ഓക്കെ, ആ ഒരു ഡോൺലിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ആ ഒരു ഫൈറ്റ് കൊണ്ടും ജസ്റ്റ് കണ്ടിരിക്കാന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് സ്റ്റോറി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അറ്റ് എ ടൈം സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു ഫ്ലോയും ആ ഒരു ഫൈറ്റ് സീക്വൻസും ഈ സിറ്റുവേഷണൽ കോമഡീസും എല്ലാം പ്രോപ്പർ ആയിട്ട് വന്ന ഒരു ഫോർത്ത് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിന് ശേഷം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു.